ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നാ പിടിച്ചു അപ്പർ റെസിപ്പി. അപ്പോൾ അപ്പർ റെസിപ്പി എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 2 മണിക്കൂർ, കുറഞ്ഞത് 2 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാനിടണം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ അരി കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് അരമുറി തേങ്ങ, ഒരു തവി ചോറ്, പിന്നെന്താ പറയുക, 2 സ്പൂണ് പഞ്ചസാര, പിന്നെ ഒരു സ്വല്പം ഈസ്റ്റ്, അതായത് 1 സ്പൂൺ ഈസ്റ്റോളം കാണും. ഞാനത് കാണിക്കാം. ഞാൻ ആ ടിന്നിലിരിക്കുന്ന ഈസ്റ്റാണ് എടുക്കുന്നത്. 2 സ്പൂൺ പഞ്ചസാര. നമ്മൾ കുതിർത്ത അരി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇടുക. തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത്രയും ഈസ്റ്റാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കുപ്പി ഈസ്റ്റാണ് ഞാൻ. ഇതിൻ്റെ ഒരു സ്വല്പമേ അതിലുള്ളൂ. ഒരു ഹാഫ് സ്പൂണ് ഈസ്റ്റ് കാണും, ചെറിയ സ്പൂണിന്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഈ പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി നമ്മുടെ ചോറും കൂടി രണ്ടാമത് ആ ബൗളിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് അരച്ച് ഇങ്ങനെ എടുക്കുക. അപ്പം അരയ്ക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, മാവിൻ്റെ ഒരു ലൂസ്നെസ് നോക്കിയിട്ട് വേണം വീണ്ടും ചോറ് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ചോറും കൂടി അരച്ച് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. സാധാരണ രാവിലെ ഉണ്ടാക്കാനൊക്കെ എടുത്ത് വെച്ചാലും ഈ പരുവത്തിലിരിക്കും. ഞാനൊരു 3 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മാവ് ഈ പരുവത്തിൽ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാവാം, അല്ല ഈസ്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാവാം, മാവ് എന്താ പറയുക, ഒരു 3 മണിക്കൂറിന് ശേഷമൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് മാവ് പൊങ്ങിയതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം അങ്ങനെ യോജിപ്പിച്ച് എടുക്കുക. ഇത് ഞാൻ പുന്നല്ലരിയുടെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. സാദാ പച്ചരി ആണെങ്കിലും മതി. അപ്പം ഞാൻ കല്ലിൽ ചുടുന്ന അപ്പമാണ്, ഇന്ന് അപ്പച്ചട്ടിയിലല്ല, ഇങ്ങനത്തെ അപ്പമാണ് ചുട്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വൈകുന്നേരം അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പം കടലക്കറിയാണ് ഞങ്ങൾക്ക് ഇന്ന് അപ്പത്തിനോടൊപ്പം കൂട്ടി കഴിക്കാനായിട്ടുള്ളത്. അപ്പവും കടലക്കറിയും നല്ല കോമ്പിനേഷനൊക്കെയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.